Are you worried about how to get your first design job in 2025? നിങ്ങൾക്ക് പോർട്ട്ഫോളിയോ ഉണ്ട്, പക്ഷേ ജോബ് കോൾസ് ഒന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനുള്ള സൊല്യൂഷനാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. സോ ബിൽഡ് എ സ്ട്രോങ് പോർട്ട്ഫോളിയോ. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു നല്ല പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുക. കാരണം ഒരു ഡിസൈനേഴ്സിന് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് അവരുടെ ഐഡൻറ്റി കാർഡ് പോലെയാണ്. ഓക്കെ, സോ റെസ്യൂംസ് നോക്കുമ്പോൾ റിക്രൂട്ടേഴ്സ് പെട്ടെന്ന് അത് സ്കിപ്പ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷേ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലാണ് നിങ്ങൾ എത്രമാത്രം സ്കിൽഡ് ആണെന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. സോ അതിനൊരു ചെറിയ റൂളായിട്ട് ഞാൻ പറയാണ്, ക്വാളിറ്റി ഓവർ ക്വാണ്ടിറ്റി. നിങ്ങൾ കുറേ പ്രോസസ്സ് അല്ലെങ്കിൽ കുറേ ഡിസൈൻസ് മോക്കപ്സ് എല്ലാം കുത്തിത്തിരി വെക്കണം എന്ന് ഇല്ല. 2-3 സ്ട്രോങ് കേസ് സ്റ്റഡി വെച്ചിരുന്നാൽ പോലും മതി. പക്ഷെ അതിൽ ഒരു പ്രോസസ്സ്, കറക്റ്റ് പ്രോസസ്സ് ഡിഫൈൻ ചെയ്യണം. റിസർച്ച്, വയർ ഫ്രെയിം, പ്രോട്ടോടൈപ്പ്, അതുപോലെ ഫൈനൽ UIക്ക് നിങ്ങൾ എങ്ങനെ എത്തി എന്നുള്ളത് കറക്റ്റ് പ്രോസസ്സ് അതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിക്ക് ആവണം. ഓക്കെ, വെറുതെ സ്ക്രീൻസ് വലിച്ചു വാരി മോക്കപ്പിൽ വെച്ചത് കൊണ്ട് മാത്രം ആ പോർട്ട്ഫോളിയോ കംപ്ലീറ്റഡ് ആവില്ല. നിങ്ങൾ എന്തുകൊണ്ടാണ് ആ ഡിസൈനിൽ എത്തിപ്പെട്ടു എന്നുള്ളത് ക്ലിയർ ആയിട്ട് അവർക്ക് മനസ്സിലാവുന്ന രീതിക്ക് വേണം അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. വർക്ക് ഓൺ സൈഡ് പ്രോജക്റ്റ്. പുതിയവർക്ക് ഉള്ള ഒരു കോമൺ ഡൗട്ടാണ്, എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും എന്തിനാണ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. സോ അവർക്കുള്ള ആൻസർ ആയിട്ട് സിമ്പിളായിട്ട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു സൈഡ് പ്രൊജക്റ്റ് ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുക. കാരണം ഒരു IRCTC ഇല്ലെങ്കിൽ വല്ല ബാങ്കിങ് ആപ്പ് ഇല്ലെങ്കിൽ ഏതെങ്കിലും ഷോപ്പിംഗ് ആപ്പ്, ഇതുപോലെയുള്ള ആപ്സ് എല്ലാം നിങ്ങൾ എടുത്ത് റീഡിസൈൻ ചെയ്യുക. റീഡിസൈൻ ചെയ്തതിന് ശേഷം അവിടെ ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ഈ ആപ്സിലൊക്കെ നിങ്ങൾ കണ്ടെത്തുമ്പോൾ ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഈ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റിൽ എങ്ങനെയാണ് യൂസർ ഇവിടെ സ്ട്രഗിൾ ആവണമെന്നുള്ളത് നിങ്ങൾ ഡിഫൈൻ ചെയ്യുക. അതിനുശേഷം നിങ്ങളെ ഡിസൈനിലൂടെ ഇതെങ്ങനെ സോൾവ് ചെയ്യുന്നുള്ളത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. സോ ഇത് കാണുമ്പോൾ റിക്രൂട്ടേഴ്സ് എല്ലാം കൺവിൻസ്ഡ് ആവും. സോ ഇതിൽ നിന്ന് അവർക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുക, നിങ്ങൾ പ്രോബ്ലം കണ്ടെത്താൻ ക്യാപ്പബിൾ ഉണ്ട്, ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് എബിലിറ്റി ഉണ്ട് എന്നുള്ളത് അവർക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും. ബിൽഡ് യുവർ ഓൺലൈൻ പ്രസൻസ്. 2025 ഓൺലൈൻ വിസിബിലിറ്റി എന്ന് പറയുന്നത് വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ തന്നെയാണ്. സോ ബിഹാൻസിൽ, ട്രിബിൾ, ലിങ്ക്ഡിൻ ഇവിടെയെല്ലാം നിങ്ങളുടെ വർക്ക് ഷെയർ ചെയ്യുക. ഈവൻ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ആവാം ഡിസൈൻസിനെ കുറിച്ച്, അല്ലെങ്കിൽ യൂട്യൂബിൽ കുറച്ച് ഷോർട്സ് ആവാം. സോ ഇതൊക്കെ എന്താണ്, നിങ്ങളുടെ ഡിസൈൻ ക്യാപ്പബിൾ നിങ്ങൾക്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കും. റിക്രൂട്ടേഴ്സ് ഹയർ ഡയറക്ട്ലി ഫ്രം ലിങ്ക്ഡിൻ. സോ നിങ്ങളുടെ സ്ഥിരമായി പോസ്റ്റ് ലിങ്ക്ഡിനും കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, നെറ്റ്വർക്കിംഗ് ആൻഡ് കമ്മ്യൂണിറ്റി. ഡിസൈൻ ജോബ് കിട്ടാൻ വേണ്ടി ഒരു ഹിഡൻ ഹാക്കാണ് ഈ നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത്. ഡിസൈൻ കമ്മ്യൂണിറ്റി നിങ്ങൾ ജോയിൻ ചെയ്യുക. ഡിസൈൻ കമ്മ്യൂണിറ്റി ഫിഗ്മ ആവാം, ഇല്ലെങ്കിൽ ടെലഗ്രാം, വാട്സപ്പ് ഗ്രൂപ്പ്, എനിത്തിങ് നിങ്ങൾക്ക് ആവാം. കമ്മ്യൂണിറ്റിയിൽ കിട്ടുന്ന റെഫറൻസ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ വാല്യുബിൾ തിങ് ആണ്. സോ സംടൈംസ് ലിങ്ക്ഡിനിൽ പോസ്റ്റ് ചെയ്യുന്ന മുമ്പ് തന്നെ നമുക്ക് കമ്മ്യൂണിറ്റീസ് വഴി ജോബ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി പ്രിപ്പയർ ഫോർ ഇൻ്റർവ്യൂസ്. ജോബ് കിട്ടുന്നതിൻ്റെ അടുത്തൊരു ഭാഗമാണ് ഈ ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുന്നത് പറയുന്നത്. സോ കോമൺ ആയ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഹൗ ടു സ്റ്റാർട്ട് എ പ്രൊജക്ട്, ഹൗ ഡു യു ഹാൻഡിൽ ഫീഡ്ബാക്ക്, ഇതെല്ലാം നിങ്ങൾ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പഠിച്ചിരിക്കണം. കാരണം റിക്രൂട്ടേഴ്സ് ഒരിക്കലും നിങ്ങളുടെ ഈ ടെക്സ്റ്റ് ബുക്ക് മാനർ ആയിട്ടുള്ള ആൻസർ അല്ല എക്സ്പെക്ട് ചെയ്യണം. ഇപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഡിസൈൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ കൂടുതൽ വരും എംപത്തൈസ് ചെയ്തു, ഡിഫൈൻ ചെയ്തു, ഐഡിയേറ്റ് ചെയ്തു, അങ്ങനെ ഒരു ടെക്സ്റ്റ് ബുക്ക് മാനറിൽ പറയും. നമുക്കതല്ല, റിക്രൂട്ടേഴ്സ് ഇതുപോലും അറിയാണ്ടല്ല നിങ്ങളുടെ ഫ്രണ്ടിൽ ഇരിക്കുന്നത് അല്ലേ. സോ അവർക്ക് ഇതല്ല ആവശ്യം. നിങ്ങൾ എങ്ങനെയാണ് ഈ ഡിസൈൻ പ്രോസസ്സ് നിങ്ങളുടെ ഡിസൈനിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തു എന്നുള്ളതാണ് അവർക്ക് ആവശ്യം. സോ ആ ഡിസൈൻ പ്രോസസ്സ് ഒരു സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ രീതിയിൽ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കണം. കീപ് ലേണിംഗ്. ഡിസൈൻ വേൾഡ് 2025 വളരെ ഫാസ്റ്റ് ആയിട്ട് എവോൾവ് ചെയ്യുന്ന ഒരു കാര്യമാണ് AI ടൂൾസ് എന്നൊക്കെ പറയുന്നത് അല്ലേ. സോ എത്രത്തോളം അപ്ഡേറ്റ് വരുന്നുണ്ടോ അത്രത്തോളം നിങ്ങളും അപ്ഡേറ്റ് ആവുക. സോ ഓൾവേസ് കീപ് ലേണിംഗ്. ഡിസൈൻ സിസ്റ്റം, ആക്സസിബിലിറ്റി, AI ബേസ്ഡ് ഡിസൈൻ അസിസ്റ്റന്റ്, പ്രോട്ടോടൈപ്പിംഗ് ടൂൾസ് ലൈക്ക് മെയ്സ്, യൂസ്ബറി, ഇങ്ങനെ കറന്റ് ട്രെൻഡ്സ് ആയിട്ട് നിങ്ങൾ എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക. ഓക്കെ, സോ കണ്ടിന്യൂസ് ലേണിംഗ് എന്തായാലും നിങ്ങളുടെ ഗ്രോത്ത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ താങ്ക് യു ഓൾ.